CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പൂരം വിളംബരത്തോടെ 36 മണിക്കൂർ നീണ്ട തൃശൂർ പൂരം ചടങ്ങുകൾക്ക് തുടക്കമായി. നെയ്തലക്കാവ് ഭഗവതി തെക്കേ വാതിൽ തള്ളിത്തുറന്നതോടെയാണ് പൂരവിളംബരമായത്. ഗുരുവായൂർ ചൂൽപ്പുറത്ത് 9 പേർക്ക് കുറുനരിയുടെ കടിയേറ്റു. പലരുടെയും നില ഗുരുതരം. രാവിലെ 6:30യോടെയാണ് കുറുനരി ആക്രമണമുണ്ടായത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം കോൺഗ്രസ് മുടക്കിയെന്ന് ആരോപണം. സാധാരണക്കാർക്ക് ലഭ്യമാക്കേണ്ട മറ്റു പല പദ്ധതികളും കോൺഗ്രസ് പരാതി നൽകി മുടക്കിയെന്നും LDF നേതൃത്വം. BJP ICUവിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാണപ്രതിഷ്ഠ നടത്താനുള്ള കടമ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കുണ്ടെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പുവരുത്തുന്നതിന് LDF കാട്ടുകാമ്പാൽ പഴഞ്ഞി ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി ചിറക്കലിൽ സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും അവർ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി തൃശൂരിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് BS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് BJP പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുവെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെങ്കിടങ്ങ് ഈസ്റ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മറ്റം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊന്നാനി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയുടെ ചാലിശ്ശേരി പഞ്ചായത്തിലെ പ്രചരണത്തിന് തുടക്കമായി. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ AKG നഗറിലെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ നടപടി ആരംഭിച്ചു. ശശി ചാണാശ്ശേരിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ നിക്ഷേപിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ജൈവ അജൈവ മാലിന്യങ്ങളാണ് നീക്കം ചെയ്യുന്നത്. വേനൽ കനക്കുകയും വാഴാനി ഡാമിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം ഒഴുകിയെത്താതിരുന്നതും മൂലം ആദൂർ മുട്ടിക്കൽ ചിറ വറ്റി. ഇതോടെ കർഷകർ പ്രതിസന്ധിയിലായി. എരുമപ്പെട്ടിയുടെ ചരിത്രത്തിലിടം നേടിയ തിരുഹൃദയ ഫൊറോന ദേവാലയം ഓർമ്മയാകുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിനു വേണ്ടിയാണ് 48 വർഷം മുമ്പ് സ്ഥാപിച്ച ദേവാലയം പൊളിച്ചു നീക്കുന്നത്. കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തുംകൊണ്ട് ഒറ്റപ്പിലാവ് റോഡിലെ കൊരട്ടിക്കര ക്ഷേത്രത്തിന് സമീപമുള്ള പാലം വീതി കൂട്ടുന്ന പണി അവസാന ഘട്ടത്തിൽ. 1 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഒറ്റപ്പിലാവ് കോടത്തുംകുണ്ട് റോഡ് പദ്ധതിയുടെ ഭാഗമായാണ് പാലം നിർമ്മിക്കുന്നത്. KK ശൈലജ ടീച്ചർക്കെതിരെ UDF നടത്തുന്ന സംഘടിതമായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഇടതുപക്ഷ മഹിളാ മുന്നണി പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി നഴ്സിംഗ് സ്കൂളിലെ 18ാമത് ബാച്ചിന്റെ ഡിപ്ലോമ അവാർഡ് വിതരണവും 21ാമത് ബാച്ചിന്റെ ലാമ്പ് ലൈറ്റിംഗും നടന്നു. എരുമപ്പെട്ടി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ടീൻ മീറ്റ് സംഘടിപ്പിച്ചു. ദുബായ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ താരാദിയടുത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപതയിലെ മാതൃകാ യൂണിറ്റ് പുരസ്കാരത്തിന് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് അർഹരായി. 2023-24 വർഷത്തിലെ പ്രവർത്തന മികവിനാണ് പുരസ്കാരം. നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് 2024 സ്വർണ്ണ മെഡൽ നേടിയ പുന്നേർകുളത്തിന്റെ അഭിമാനമായ CF ഫാദിൽ, C അഭിചന്ദ് എന്നിവരെ പഞ്ചായത്ത് മെമ്പർ അബു താഹിറിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. വെൽഫെയർ പാർട്ടി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി ജില്ലാ കമ്മിറ്റി അംഗം ഷെബീർ ആസൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മന്നലാംകുന്ന് അൽ ഹിക്മ മദ്രസയുടെ നേതൃത്വത്തിൽ റമദാനിൽ നടത്തിയ അലിഫ് കിഡ്സ് പരീക്ഷാ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.